ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇതാ നമുക്കിന്നുണ്ടല്ലോ വളരെ സ്പെഷ്യലായിട്ട് വളരെ ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി നോക്കിയാലോ. അടിപൊളി ടേസ്റ്റിയാന്നേ, ഒന്നും പറയാനില്ല. കിഡിലനാണ് കേട്ടോ, ആർക്കും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള ഒരു നാടൻ കറി. എന്താണെന്നല്ലേ, നമ്മുടെ കുമ്പളങ്ങ വെച്ചിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട കേട്ടോ, നമുക്കൊരു കുഞ്ഞു കഷ്ണം മാത്രം മതിയാവേ. അപ്പം ഞാനതിനെ ചെറുതായിട്ടൊന്ന് മുറിച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഇതാ ഇത് കണ്ടോ, ഇത്രയും ഒരു പീസ് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കണം. ഇതാ ഇതുപോലെ അതിൻ്റെ അകത്തെ അരിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ നീളത്തിലായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ദാ ഇതുപോലെ. എന്നിട്ട് കുറുകനെയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അതായത് ചതുര കഷ്ണങ്ങളായിട്ട് വേണം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അല്ലാതെ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ ദാ ഈ ഒരു പരുവത്തിൽ അങ്ങനെ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തോളുക. ഞാനിവിടെ 2-3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുമ്പളങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കുഞ്ഞി കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒത്തിരി വേണ്ട കേട്ടോ, ഒരുപാട് വെള്ളമായ ശരിയാവത്തില്ല, വേവാൻ ഉള്ളത് മാത്രം മതിയാവും. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ആ കുമ്പളങ്ങ വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ദാ നമ്മൾ അടുപ്പത്തോട്ട് വെച്ച് അതിനെ ഒരു പാതി വേവാക്കി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കണ്ടോ, വെന്തുടഞ്ഞിപ്പോൾ പോവല്ലേ. ഇനി നമ്മളിലേക്ക് കൊടുക്കുന്നത് സ്രാവ് മീനാണ് കേട്ടോ. ഉണക്കമീനാണ് എടുത്തിരിക്കുന്നത്. എന്ത് മീനാണെങ്കിലും കുഴപ്പമില്ല, തെരണ്ടിയൊക്കെ വേണമെങ്കിലും എടുക്കാം. എന്തായാലും ഞാനിവിടെ സ്രാവ് മീനായിരുന്നു കിട്ടിയിരുന്നത്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 6-7 കഷ്ണം മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പോൾ കുറച്ച് കുടംപുളി ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമ്മൾ മീനിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി അതും കൂടെ ഒന്ന് വേവാനായിട്ട് വെക്കാം. ഒരു 15 മിനിറ്റ് കൂടെ അവിടെ ഇരിക്കട്ടെ കേട്ടോ. അന്നേരത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങയുണ്ട്. അപ്പോൾ അതിലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്ന അവനവൻ്റെ ഇഷ്ടമാണ്, എത്രത്തോളം വേണമെന്നുള്ളത്. പിന്നെ ഇതാ കുഞ്ഞു കഷ്ണം ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2-3 കൊച്ചുള്ളിയാണേ. ഇനി നമുക്ക് വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഒരു 7-8 അല്ലിയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പോയിട്ട് 1/2 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല വെണ്ണ പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത് കണ്ടോ, നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചാലേ നല്ല രീതിയിൽ അരവ് വരുള്ളൂ. വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം എന്നില്ല കേട്ടോ. ഇതെല്ലാം കൂടെ അതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന അവനവൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അതാ ഇത് കണ്ടോ, നമ്മുടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മീൻ പാതി വേവായിട്ടൊക്കെയാണ് തന്നെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അരപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇപ്പോൾ ഇട്ടാൽ മതിയാവും, തിളപ്പിക്കല്ലേ. പിന്നെ ഇനി ആ ഒരു കാര്യം ചെയ്യണം, മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് വെള്ളം വേണ്ട കേട്ടോ. ഒരുപാട് വെള്ളമായ വല്ലാണ്ട് അങ്ങ് കടൽ പോലെ അങ്ങ് കിടക്കും, അതിൻ്റെ ആവശ്യമില്ല. അതാ ഇത് കണ്ടോ, ഇതിപ്പോൾ ചട്ടിക്കകത്തായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെയൊക്കെ വറ്റിയൊക്കെ വരും. അപ്പോൾ നമുക്ക് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഈ ഉപ്പുമീൻ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നില്ല. ഒന്ന് തിളച്ച് വന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. കറിയുടെ ബാലൻസ് എത്രത്തോളം ചേർത്ത് കൊടുക്കണം നോക്കിയിട്ട് കേട്ടോ. അങ്ങനെ ദാ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി, ദാ അതിൻ്റെ ആ തേങ്ങയൊക്കെ എല്ലാം കൂടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതായത് ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ സമയം വേണം ഉപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാനായിട്ട്. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തോളുക കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ ഒന്ന് തുറന്ന് വെച്ചും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുത്താലോ. അതിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഉലുവ, ഒത്തിരി ഒന്നുമില്ല, 3 അല്ല കേട്ടോ, നോക്കിയാൽ കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും നമ്മുടെ ചുമന്ന മുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തോളുക നന്നായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ കടുക് പൊട്ടിച്ചതെല്ലാം കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അതാണ്ട് ഇതെല്ലാം കൂടെ കടുക് പൊട്ടിച്ചതും എല്ലാം കൂടെ കൂട്ടി നമ്മുടെ കറി ഒന്ന് ഇളക്കി നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതായത് കടുക് പൊട്ടിച്ച ആ എണ്ണയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം. ആ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തു വിടുക. ഉടഞ്ഞു പോകരുത് കേട്ടോ, മീനൊക്കെ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകണ്ട. അപ്പോൾ അതായത് കണ്ടോ അടിപൊളിയായിട്ടില്ലേ നോക്കി, നല്ല സിമ്പിളല്ലേ, എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഒരുപാട് നല്ല റെസിപ്പീസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നാടൻ ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചാനൽ കയറി ഒന്ന് കണ്ടാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ടാറ്റാ.